الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ അനിവാര്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു ബൃഹത്തായ അനുഗ്രഹമാണ് ഇണസങ്കല്പത്തിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ നിലവിൽ വരുന്ന ഇണസങ്കല്പം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന വികാരങ്ങളെ വിവാഹത്തിലൂടെ പൂർത്തിയാക്കുമ്പോൾ അതും വലിയ ഒരു ഇബാദത്തായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് പ്രകാരം കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ബതി ഫലിയത്തഖില്ലാഹ ഫി നിസ്ബിൽ ബാഖി. അല്ലാഹുവിന്റെ ഒരു ദാസൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ദീനിന്റെ പകുതി പൂർത്തിയാക്കി. ബാക്കിയുള്ള പകുതിയിൽ അവൻ അല്ലാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു റിവായത്ത് പ്രകാരം കാണാം, വിവാഹം ചെയ്തൊരു ദീനിയായ പെൺകുട്ടിയെയാണ് നമുക്ക് വധുവായി ഇണയായി കിട്ടുന്നത് എങ്കിൽ തീർച്ചയായും നമ്മുടെ ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും അവൾ സഹായിയായിരിക്കും. ദീനിന്റെ പകുതി ഭാഗം അവളിലൂടെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹതൻ ഫഖദ് അഅനഹു അലാ സത്രി ദീനി ഫലിയത്തഖില്ലാഹ ബിസത്രിൽ ബാഖി. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സദ്വൃദ്ധയായ ഭാര്യയെ നൽകിയെങ്കിൽ ഫഖദ് അഅന
അലാ സദ്രി ദീനിഹി, തീർച്ചയായും അവള് അവന്റെ പകുതി ദീനിൽ സഹായിയായി. നമസ്കരിക്കാനും നോമ്പ് വയ്ക്കാനും മാതൃസേവന പ്രവർത്തനങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കാനും എല്ലാ നന്മയിലും സുഹൃതങ്ങളിലും ഈ ഭാര്യ സഹായിയായിരിക്കും. ബാക്കിയുള്ള പകുതിയിൽ അയാൾ അല്ലാഹനെ സൂക്ഷിച്ചാൽ മതിയാകും. വിവാഹ ജീവിതവുമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ ഇസ്ലാമിന്റെ മേൽ കുതിര കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബഹുഭാര്യത്വം. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പ് മാറുന്നത് പോലെ, വസ്ത്രം മാറുന്നത് പോലെ ഭാര്യമാരെ മാറ്റാനും ധാരാളം ഭാര്യമാരെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അനുവദിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി കടന്നു വരുന്ന വേളയിൽ ലോകത്ത് എവിടെയെല്ലാം മനുഷ്യർ താമസിച്ചിരുന്നു അവരുടെ ഇടയിലൊക്കെ ബഹുഭാര്യത്വം വളരെ കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ഭാര്യമാർ എത്രയാണ് എന്ന വിഷയത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചയക്കപ്പെടുന്ന അറേബ്യൻ രാജ്യത്തിലാണ് എങ്കിലും, ഈജിപ്തിലാണ് എങ്കിലും, ഇറാഖിലാണ് എങ്കിലും, ബാബിലോണിലാണെങ്കിലും, ഇറാനിലാണ് എങ്കിലും, ഇന്ത്യയിലാണ് എങ്കിലും ബഹുഭാര്യത്വം ജനങ്ങളുടെ ഇടയിൽ വളരെ കൂടുതലായി നിലനിന്നിരുന്നു. എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഹിന്ദുക്കൾ അവരുടെ പുരാണങ്ങളിൽ ആചാര്യനായി കൊണ്ടു നടക്കുന്ന ശ്രീകൃഷ്ണനെ കുറിച്ച് അവരുടെ പുരാണങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1000 ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ധാരാളം ചിന്തകന്മാര്, ധാരാളം എഴുത്തുകാര് ദേവർ പോർത്താണ് എങ്കിൽ ബൈബിളിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് ബഹുഭാര്യത്വം മനുഷ്യന് വളരെ അഭികാമ്യമാണ് എന്നു മാത്രമല്ല ദൈവം അതിൽ ധാരാളം തത്വങ്ങളും അനുഗ്രഹങ്ങളും അടങ്ങിയിരിക്കുകയാണ്. ഇത് കൂടാതെയുള്ള ധാരാളം ചിന്തകന്മാര്, ജോൺ മാർട്ടിൻ, ഇതുപോലെ എബക്സോ ടൈലറിനെ പോലെയുള്ള വലിയ വലിയ ചിന്തകന്മാരും എഴുത്തുകാരും ഒക്കെ ബഹുഭാര്യത്വം മനുഷ്യന്റെ അവിഭാജ്യ ഘടകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതില്ലാത്തതിന്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ കൂടുതലായി ലൈംഗിക അരാജകത്വങ്ങൾ വ്യാപിക്കുകയും വ്യഭിചാരം വ്യാപിക്കുകയും അതിന്റെ പേരിൽ എത്രയോ മ്ലേച്ഛവൃത്തികൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പൗരസ്ത്യ രാജ്യങ്ങൾ വരെയും കാർന്നു നിന്നുകൊണ്ടേയിരിക്കുകയാണ്. കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടേയിരിക്കുകയാണ്. പുതിയ തലമുറ വളരെ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഇസ്ലാമുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ ഇങ്ങനെ ധാരാളം ഭാര്യമാരെ വെക്കുന്നതിന് ഇസ്ലാം നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു സന്ദർഭത്തിൽ ഒരു പുരുഷന് 4 ഭാര്യമാര് വരെ ഇണകളായി കൂട്ടത്തിൽ കൊണ്ട് നടക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിനെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ധാരാളം ഭാര്യമാരെ വെച്ചുകൊണ്ട് അതിൽ അനാഥ പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഹരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. കേവലം ഒരു ഭോഗവസ്തുവായി മാത്രം തരം താഴ്ത്തപ്പെടേണ്ടുന്നവളല്ല സ്ത്രീ. അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭാര്യമാരെ ആഗ്രഹമുണ്ടെങ്കിൽ 4 ഭാര്യമാരെ വരെ നിങ്ങൾക്ക് വെക്കാം. ഇങ്ങനെ ബഹുഭാര്യത്വത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തത്. ഈ 4 ഭാര്യമാരെ വെക്കുന്ന സന്ദർഭത്തിലും അവരോട് നീതിയോടുകൂടിയായിരിക്കണം വർദ്ധിക്കേണ്ടുന്നത്. കേവലം നിങ്ങളുടെ വികാര വിചാരങ്ങളെ സായുജ്യമടക്കാനുള്ള ഭോഗവസ്തുവായി മാത്രം തരം താഴ്ത്തി കളയരുത്. അവരോടുള്ള കടമകൾ പാലിക്കണം. അങ്ങനെ പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു ഭാര്യയെ കൊണ്ട് സായുജ്യം അടഞ്ഞുകൊള്ളണമെന്ന് നിർദ്ദേശിക്കുകയാണ്.
فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിയമങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമം വളരെ കൃത്യമായി വരികയാണ്. فانكحوا ما طاب لكم من النساء مثنى നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ രണ്ട് ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. വസുലാത്തായി ആഗ്രഹിക്കുന്നു എങ്കിൽ 3 ഭാര്യമാരെ വിവാഹം ചെയ്യാം. 4 ഭാര്യമാരെ വിവാഹം ചെയ്യാം. ഈ 4 ഭാര്യമാരെ വിവാഹം ചെയ്തുകൊണ്ട് നിങ്ങൾ കേവലം ഒരു ഭോഗവസ്തുവായി മാത്രം അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അവളോടുള്ള കടമകൾ കൃത്യമായി നിങ്ങൾ പാലിക്കണം. അവൾക്ക് താമസിക്കാനുള്ള പാർപ്പിടം ഒരുക്കി കൊടുക്കണം. അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ നൽകണം. അവൾക്ക് ധരിക്കാനുള്ള വസ്ത്രം നിങ്ങൾ നൽകണം. അവരുടെ ഇടയിൽ നിങ്ങളുടെ ദിവസങ്ങളിൽ വളരെ കൃത്യമായി അളന്നു തൂക്കി നീതിയോടെ വിഹിതം വെക്കണം. നിങ്ങൾക്ക് നീതി പാലിക്കാൻ പറ്റില്ല എങ്കിൽ, നിങ്ങൾ ഭാര്യമാരുടെ ഇടയിൽ നീതിയോടുകൂടി വർത്തിക്കില്ല എന്നാണ് നിങ്ങൾ പേടിക്കുന്നത് എങ്കിൽ, അപ്പോൾ ഒരു ഭാര്യയെ കൊണ്ട് നിങ്ങൾ സായുജ്യമടയണം. അല്ലെങ്കിൽ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളിലൂടെ നിങ്ങളുടെ വിചാരങ്ങളെ സായുജ്യമടക്കണം. ഇതാണ് നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കാതിരിക്കാൻ ഏറ്റവും അടുത്തത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാം ഒരു സമയത്ത് 4 ഭാര്യമാരെ ആകാം എന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വത്തിന്റെ പേരിലും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ആൾക്കാർ കുതിര കയറാറുണ്ട്. മുഹമ്മദ് സ്ത്രീലമ്പടനായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളെ ഭാര്യമാരായി വെച്ചു. 11 സ്ത്രീകളെ വിവാഹം ചെയ്തയാളാണ് മുഹമ്മദ്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ വിവാഹം ചെയ്തത്? തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്തതും അല്ലാഹു നബിതങ്ങൾക്ക് പ്രത്യേകമായി അനുവാദം നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ വിചാരങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല ഇത്രയും ഭാര്യമാരെ കൂട്ടത്തിൽ ഇണകളായി കൊണ്ട് നടന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിവാഹ ബന്ധങ്ങൾ, വിവാഹ ജീവിതം പരിശോധിക്കുമ്പോൾ അത് വളരെ കൃത്യമായി മനസ്സിലാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി ആദ്യം വിവാഹം ചെയ്ത 25-ാമത്തെ വയസ്സിലാണ്. നബിതങ്ങൾക്ക് നബുവത്ത് കിട്ടിയിരുന്നില്ല, പ്രവാചകത്വം ലഭിച്ചിരുന്നില്ല. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹം ചെയ്ത 40 വയസ്സുകാരിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയായിരുന്നു. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിധവയായിരുന്നു. ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അങ്ങനെ വിധവയായി കഴിഞ്ഞ ഖദീജയെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത്. നബിതങ്ങൾക്ക് 25 വർഷം വരെയും ഒരു ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഈ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ വഫാത്തായപ്പോഴാണ് നബിതങ്ങൾ മറ്റൊരു വിവാഹം ചെയ്ത സൗദ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. എന്നാൽ പ്രായം കുറഞ്ഞതിന്റെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ വെച്ച് വിവാഹം ചെയ്തു എങ്കിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു പോയി 2 വർഷം കഴിഞ്ഞിട്ട്
ഹിജ്റ 2-ാം വർഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടുന്നത്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 53 വയസ്സ് 54 വയസ്സ് പ്രായമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ 2 ഭാര്യമാരുമായി കഴിയുന്നത് ഈ ഒരു പ്രായത്തിലാണ്, ആയിഷയും സൗദയും. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിൻത് ഹുസൈമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 18 മാസം എന്നും 3 മാസം എന്നും അഭിപ്രായമുണ്ട്. സൈനബ് ബിൻത് ഹുസൈമ വഫാത്തായിപ്പോയി. അതിനുശേഷം ഹിജ്റ 4-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അവരും വിധവയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ 58 വയസ്സ് പ്രായമായിരുന്നു. ഈ 58 വയസ്സ് പ്രായത്തിലാണ് നബി തങ്ങൾക്ക് ഒരേ സമയത്ത് 4 ഭാര്യമാരുണ്ടാകുന്നത്. ആയിഷ, സൗദ, ഹഫ്സ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഇത് കഴിഞ്ഞ് ഹിജ്റ 5-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിൻത് ജഹ്ശിനെ വിവാഹം ചെയ്തു. അതൊരു തത്വം സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം വിവാഹം ചെയ്തതായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമകൻ വിവാഹം ചെയ്തിരുന്നു, സൈനബ് റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തുമകൻ ഒരിക്കലും ബീജത്തിൽ ജനിച്ച മകനെ പോലെയല്ല എന്നൊരു യാഥാർത്ഥ്യം മനുഷ്യ സമുദായത്തിന്റെ മുന്നിൽ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ഈ സയ്യിദ് റളിയല്ലാഹു അൻഹയെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹ ബന്ധം വിച്ഛേദിച്ചു. അതിനുശേഷം നബി തങ്ങൾ വിവാഹം ചെയ്തു. സ്വന്തം മകൻ വിവാഹം ചെയ്ത പെൺകുട്ടിയെ മകൻ തലാഖ് ചൊല്ലിയാലും ഒരിക്കലും ഈ പയ്യന്റെ അല്ലെങ്കിൽ ഈ പുരുഷന്റെ പിതാവിന് ആ മകന്റെ ഭാര്യ വിവാഹം ചെയ്യാൻ പാടില്ല. എന്നാൽ സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനല്ല, നേരെ മറിച്ച് വളർത്തുമകനാണ്. അതുകൊണ്ട് വളർത്തുമകൻ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കിയ പെൺകുട്ടിയെ വിവാഹം ചെയ്യാമെന്നൊരു നിയമം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഹിജ്റ 6-ാം വർഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഹിജ്റ 7-ാം വർഷം ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഹിജ്റ 8-ാം വർഷം സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഹിജ്റ 9-ാം വർഷം മൈമുന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഇങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 ഭാര്യമാരെ വിവാഹം ചെയ്തു. നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഇതിൽ 9 ഭാര്യമാർ നബി തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയും സൈനബ് ബിൻത് ഹുസൈമയും മാത്രമായിരുന്നു വഫാത്തായി പോയത്, മരണപ്പെട്ടു പോയി. ഇതുകൂടാതെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റോമിന്റെ ചക്രവർത്തിയായിരുന്ന മുഖൗഖിസ് രാജാവ് ഒരു അടിമ സ്ത്രീയെ നബി തങ്ങൾക്ക് ഒരു ഗിഫ്റ്റായി സമ്മാനമായി നൽകി. മാരിയത്തുൽ കിബ്തിയ എന്നാണ് ആ സ്ത്രീയുടെ പേര്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കൂടുതൽ വിവാഹം ചെയ്തത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ ലംബടനായതുകൊണ്ടല്ല. ഈ 11 സ്ത്രീകളിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന്യകയായി വിവാഹം ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രമാണ്. ബാക്കി എല്ലാ സ്ത്രീകളുടെയും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വിധവകളായിരുന്നു. മറ്റൊരാൾ വിവാഹം ചെയ്ത് ഭർത്താവ് മരണപ്പെട്ടു പോയി. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിധവകളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് 4 വിവാഹം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബി തങ്ങളുടെ മാത്രം പ്രത്യേകതയായ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാതി ആതൈത ഉജൂറഹുന്ന വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക വബനാതി അമ്മിക വബനാതി അമ്മാതിക വബനാതി ഖാലിക വബനാതി ഖാലാതിക അല്ലാതി ഹാജർന മഅക വംറഅതൻ
مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ മറ്റ് മുഅ്മിനീങ്ങളെ കൂടാതെ നബിതങ്ങൾക്ക് മാത്രം പ്രത്യേകമായി ചെയ്ത ഒരു ചില പ്രത്യേകതകൾ വിശദീകരിക്കുകയാണ്. ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാതി ആതൈത ഉജൂറഹുന്ന, ഏ മുഹമ്മദേ, നിങ്ങൾ വിവാഹമൂല്യം നൽകി വിവാഹം ചെയ്ത എല്ലാ ഭാര്യമാരും നിങ്ങൾക്ക് അനുവാദമുണ്ട്. മറ്റ് മുഅ്മിനീങ്ങൾക്ക് 4 ഭാര്യമാരെ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സൂറത്തുൽ നിസായിൽ 4 ഭാര്യമാർ മാത്രമേ പാടുള്ളൂ എന്ന നിയമം അവതരിപ്പിച്ചപ്പോൾ സഹാബാക്കളിൽ 5 ഭാര്യമാരുള്ളവർ 1 ഭാര്യ ഒഴിവാക്കി. ഹുസൈമത്ത് ബിൻ അസ്ലമ എന്ന് പറയുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന 10 ഭാര്യമാരുണ്ടായി. അവർ ഭാര്യമാരും മുസ്ലിമീങ്ങളാണ്. ഇവരങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ നിയമം 4 ഭാര്യമാരെ വെക്കലാണ്. 4 ഭാര്യമാരെ കൂട്ടത്തിൽ വെച്ചോ ബാക്കിയുള്ളതിനെ ഒഴിവാക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹമൂല്യം കൊടുത്ത് വിവാഹം ചെയ്ത എല്ലാ ഭാര്യമാരെയും നിലനിർത്താൻ അനുവാദം നൽകി. وما ملكت يمينك مما أفاء الله عليك, അല്ലാഹു നിങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തിൽ നിന്ന് അടിമകളാക്കി നൽകിയ സ്ത്രീകൾ وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك, നിങ്ങളുടെ കൂട്ടത്തിൽ പലായനം ചെയ്തു വന്ന നിങ്ങളുടെ പിതൃവ്യന്റെ പെൺമക്കള്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാപ്പാന്റെ സഹോദരിമാരിൽ നിന്നുള്ള പെൺമക്കള്, നിങ്ങളുടെ ഉമ്മാന്റെ സഹോദരന്മാരിൽ നിന്നുള്ള പെൺമക്കള്, ബാപ്പാന്റെ സഹോദരിമാരിൽ നിന്നുള്ള പെൺമക്കള്, വംറഅതൻ മുഅ്മിനതൻ വഹബത് നഫ്സഹാ ലിന്നബി, ഏതെങ്കിലും സ്ത്രീ സ്വന്തം ദേഹത്തിനെ താങ്കൾക്ക് ദാനമായി നൽകി, ഇൻ അറാദൻ നബിയു അയ്യസ്തൻകിഹഹാ, പ്രവാചകൻ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അങ്ങനെയുള്ള ഭാര്യമാരും നിങ്ങൾക്കാകാം. മറ്റു മുഅ്മിനീങ്ങളെ കൂടാതെ നിങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണിത്. വളരെ കൃത്യമായിട്ട് അല്ലാഹു പറയണം. എന്നിട്ട് അല്ലാഹു പറയണം, ഖദ് അലിംനാ മാ ഫറദിനാ അലൈഹിം, തീർച്ചയായും മറ്റു മുഅ്മിനീങ്ങൾക്ക് നാം വിവാഹത്തിന്റെ വിഷയത്തിൽ നിയമിച്ച് നിർദ്ദേശിച്ചു കൊടുത്ത നിയമങ്ങൾ വളരെ കൃത്യമായി നമുക്കറിയാം. സൂറത്തുൽ നിസായിൽ അല്ലാഹു വിശദീകരിച്ചു കൊടുത്തു. അവർക്ക് അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളുടെ വിഷയവും അവർക്കുള്ള നിയമങ്ങൾ വളരെ കൃത്യമായി നാം വരച്ച് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം. അല്ലാഹു ഏറെ കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇതിങ്ങൾക്ക് ധാരാളം ഖുസൂസിയത്തുകളുണ്ട്, മറ്റു മുഅ്മിനീങ്ങൾക്ക് ആ പ്രത്യേകതയില്ല. ഇത് അല്ലാഹുവിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നയാൾക്ക് നബുവത്ത് കൊടുക്കും. ആ നബിക്ക് പ്രത്യേകമായ നിയമം അല്ലാഹു നൽകും. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശവും അധികാരവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇത്രയും ഭാര്യമാര് നൽകിയത് എന്തുകൊണ്ടാണ്? ഒന്ന്, ദീനിന്റെ ധാരാളം നിയമങ്ങളും നിർദ്ദേശങ്ങളും വൈവാഹിക ജീവിതവുമായി, കുടുംബ ജീവിതവുമായി, സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ടതുണ്ട്. അത് ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന ഇണകൾക്കാണ്. അതുകൊണ്ട് നബിതങ്ങൾക്ക് കൂടുതൽ ഭാര്യമാരെ ആവശ്യമായി. നബിതങ്ങൾ പ്രായം കുറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് തന്നെ
പ്രായം കുറഞ്ഞയാളാകുമ്പോൾ ശരിയായി ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുകയും പഠിക്കുകയും ഓർമ്മ വയ്ക്കുകയും ചെയ്യും. ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ വിയോഗത്തിന് ശേഷം 48 വർഷം സ്ഥൂലമായ വളരെ മാതൃകാപരമായ ദീനിയായ സേവനം ചെയ്തുകൊണ്ട് സമുദായത്തിന്റെ ഇടയിൽ കഴിഞ്ഞുകൂടി. സഹാബാക്കളുടെ ഇടയിൽ ദീനിന്റെ ധാരാളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിന് പരിഹാരമായിരുന്നു ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അസ്കല അലൈനാ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഉൻ ഇല്ലാ സഅൽനാ അൻഹാ ആയിഷ ഫവജദനാ ഇൻദഹാ ഇൽമ. ഞങ്ങളുടെ ഇടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആ വിഷയത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുമായിരുന്നു. കാരണം നബിതങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ അധ്യാപനങ്ങൾ അവർ പഠിച്ചു. ഈ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ 2210 ഹദീസുകൾ നബിതങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 200 ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ലോകത്ത് ധാരാളം ദീനിന്റെ സേവനങ്ങൾ ചെയ്തു. നബിതങ്ങളുടെ മറ്റൊരു ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിതങ്ങളിൽ നിന്ന് 368 ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ആലാമുൽ മൂഖഈൻ എന്ന് പറയുന്ന കിതാബിൽ എഴുതുന്നുണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ സമുദായത്തിലെ ദീനിന്റെ വിഷയത്തിൽ നൽകിയ ഫത്വകൾ ഒരുമിച്ച് കൂട്ടുകയാണ് എങ്കിൽ വലിയ വാക്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വേണ്ടിവരും. അത്രയും ഉയർന്ന ഇസ്ലാമിക വീക്ഷണത്തിലുള്ള ഫത്വകൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നൽകിയിട്ടുണ്ട്. നബിതങ്ങളുടെ ബഹുമാനത്വത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ദീനി പ്രബോധനമാണ്. ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടുന്ന മഹത്തായ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂട്ടത്തിൽ കഴിയുന്ന ഭാര്യമാരിൽ നിന്നാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്വത്തിന്റെ ലക്ഷ്യം വിധവാ സംരക്ഷണമാണ്. അവയവും മത്താളികൾ നഷ്ടപ്പെട്ടു പോയ ധാരാളം സ്ത്രീകളുടെ സംരക്ഷണമാണ് നബിതങ്ങൾ ഏറ്റെടുത്തത്. ഈ സ്ത്രീകളുടെ ഒക്കെ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ അറിയാൻ കഴിയും. അതിൽപ്പെട്ട നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാം വർഷം വിവാഹം ചെയ്ത ഉമ്മു ഹബീബ അബൂ സുഫിയാൻ എന്ന് പറയുന്ന വലിയ ഖുറൈശി നേതാവിന്റെ മകളാണ്. നബിതങ്ങളുടെ കുടുംബക്കാരനാണ്. ഒരു നിലയിൽ നബിതങ്ങളുടെ അമ്മായിട്ട് പിതൃവ്യനായിട്ട് നേരത്തെ പറഞ്ഞു, നബിതങ്ങളുടെ പിതൃവ്യന്റെ മക്കള് തങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് ഹിജ്റത്ത് ചെയ്തു വന്നെങ്കിൽ വിവാഹം ചെയ്യാമെന്ന്. ഇവരുടെ പേര് റംലത്ത് ബീവി എന്നാണ്. മക്കയിൽ വെച്ച് നബിതങ്ങളെ ഇസ്ലാമായി കടന്നു വന്നപ്പോ മുസ്ലിമായി. ഭർത്താവായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് അദ്ദേഹവും മുസ്ലിമായി. രണ്ടുപേരും മക്കയുടെ ജീവിതം ദുസ്സഹമായപ്പോൾ നബിതങ്ങള് ഹബിസയിലേക്ക് ഹിജ്റത്ത് ചെയ്യാൻ അനുവാദം നൽകിയപ്പോൾ മക്കയിൽ നിന്നും ഹബിസയിലേക്ക് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് ഭർത്താവായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് ക്രിസ്ത്യാനിയായി മദ്യപിച്ച് മതോന്മത്തനായി അങ്ങനെ തന്നെ മരണപ്പെട്ടു. ജീവിതകാലത്ത് ഹബിസയിൽ വെച്ച് അവർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു, ഹബീബ എന്ന ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയിലേക്ക് ചേർത്തുകൊണ്ട് ഉമ്മു ഹബീബ എന്നാണ് റംലത്ത് ബീവി അറിയപ്പെടുന്നത്. ഉമ്മു ഹബീബ വിദേശ രാജ്യത്ത് വെച്ച് ഭർത്താവാകുന്ന അഭയവും അത്താണിയും നഷ്ടപ്പെട്ടു പോയി. ഈ സ്ത്രീയുടെ സംരക്ഷണമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തത്. മദീനയിൽ വെച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബശയിലെ ചക്രവർത്തിയായ നജാസിയുടെ അടുക്കൽ ദൂതനെ അയക്കുകയാണ്, ഉമ്മു ഹബീബയെ ഞാൻ വിവാഹം ചെയ്തു എന്ന് അറിയിക്കുക. നജാസി രാജാവ് ഉമ്മു ഹബീബയുടെ വീട്ടിലേക്ക് ദൂതനെ അയച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. മദീനയിൽ നിന്ന് പ്രവാചകനായ മുഹമ്മദ് നിങ്ങളെ വിവാഹം ചെയ്തിരിക്കുകയാണ്. എത്ര വലിയ സന്തോഷമായിരിക്കുമെന്നാണ്. ഈ ഹബശയിൽ നിന്ന് മദീനയിലേക്ക് വന്നു നബിതങ്ങളുടെ ഭാര്യയായി കഴിഞ്ഞുകൂടി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ വിധവാ സംരക്ഷണം നബിതങ്ങളുടെ ബഹുമാനത്വത്തിന്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ വിധവകളുടെ കുട്ടികളുടെ സംരക്ഷണം. ഇന്ന് ധാരാളം പേര് ഭാര്യമാര് മരിക്കുമ്പോൾ മറ്റൊരു വിവാഹം ചെയ്യും. എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് വിവാഹം ചെയ്യും. അവരുടെ കുട്ടികളെ ഞാൻ നോക്കത്തില്ല. എന്നാൽ കുട്ടികളെ നോക്കിയ കുഴപ്പം, നമ്മുടെ മക്കളെ പോലെ അവരുടെ മക്കളെ നമ്മൾ പോറ്റണം, നോക്കണം. അവർക്ക് കഴിയുമെങ്കിൽ ചെലവ് കൊടുക്കണം. ശരിയായ ചിട്ടയിൽ അവർ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിനും സമുദായ
സമുദായത്തിനും ഉപകരിക്കും. നമ്മളതിന് കാരണക്കാരായി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ കൂലിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതിലും മാതൃക പഠിപ്പിച്ചു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ ഉമ്മു സലമയുടെ ആദ്യത്തെ ഭർത്താവായ അബൂ സലമയിൽ നിന്ന് ജനിച്ച ഒരു ചെറിയ ആൺകുട്ടി ഉണ്ടായിരുന്നു. ഉമർ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഉമർ ബിൻ അബീ സലമ, അബൂ സലമയുടെ മകനായ ഉമർ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ ആട്ടിയില്ല, അകറ്റി നിർത്തിയില്ല. നബിതങ്ങളുടെ സ്വന്തം പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ലാളനയും വാത്സല്യവും നൽകിക്കൊണ്ടാണ് ഈ ഉമർ ബിൻ അബീ സലമയെ വളർത്തിയത്. ഈ ഉമർ ബിൻ അബൂ സലമ പിൽക്കാലത്ത് പറയുകയുണ്ടായി, മുഹമ്മദിൽ നിന്ന് യഥാർത്ഥ കാരുണ്യവും വാത്സല്യവും ഉള്ള പിതാവിൽ നിന്ന് അനുഭവിക്കുന്ന അഭിരുചിയും ആനന്ദവും ഞാൻ അനുഭവിക്കുകയുണ്ടായി. ഒരിക്കൽ ഞാൻ എന്റെ പിതാവായ മുഹമ്മദിന്റെ കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഭക്ഷണത്തിന്റെ പാത്രത്തിൽ ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് ഉണ്ടായിരുന്നത്. എന്റെ കൈ ഭക്ഷണത്തലികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി സഞ്ചരിച്ചപ്പോൾ നബിതങ്ങൾ എന്നെ വാത്സല്യത്തോടു കൂടി വിളിച്ചു, യാ ഗുലാം. നീ എന്തായി കാണിക്കുന്നത് എന്നല്ല ചോദിച്ചത്, യാ ഗുലാം, എന്റെ പൊന്നുമോനെ. എത്ര വാത്സല്യത്തോടുകൂടി, എത്ര കാരുണ്യത്തോടെയുള്ള, എത്ര സ്നേഹത്തോടെയുള്ള, എത്ര അനുകമ്പയോടെയുള്ള വിളിയാണ് യാ ഗുലാം, എന്റെ പൊന്നുമോനെ. സമ്മില്ല, നീ ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മി പറയും. വഖുൽ ബിയമീനിക്, നീ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും. വഖുൽ മിമ്മാ യലീക്, നിന്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ബഹുമാനത്തിലൂടെ വിധവകളുടെ സംരക്ഷണം മാത്രമല്ല, വിധവകൾക്ക് മറ്റ് ഭർത്താക്കന്മാരിൽ നിന്നുണ്ടായ കുട്ടികളുടെ സംരക്ഷണവും ഏറ്റെടുക്കുക എന്ന് പറയുന്ന മാതൃകാപരമായ അധ്യാപനവും സമുദായത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി കടന്നു വരുമ്പോൾ ലോകത്ത് അടിമത്ത സമ്പ്രദായം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അടിമത്തത്തിന്റെ ധാരാളം നിയമങ്ങൾ വിവരിച്ചിരിക്കുന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നതിലൂടെ നബിതങ്ങൾ വിവാഹം ചെയ്ത സ്ത്രീകളുടെ ഗോത്രങ്ങളിലുള്ള അടിമ സ്ത്രീകളെ മുസ്ലിമീങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്ത ജുബൈരിയ റളിയല്ലാഹു അൻഹ ആയിഷ ബിൻ ജറാർ എന്ന് പറയുന്ന ബനീ മുസ്തലിഖ് ഗോത്രത്തിന്റെ നേതാവിന്റെ മകളായിരുന്നു. യുദ്ധം ചെയ്ത് തടവുകാരായി പിടിക്കപ്പെട്ട അടിമയായിട്ട് വന്നത്. മറ്റൊരു സഹാബിയിൽ നിന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചനം തേടി വന്നപ്പോൾ ഞാൻ മോചന ദ്രവ്യം ആ സഹാബിക്ക് കൊടുത്തുകൊണ്ട് ആ മോചന ദ്രവ്യം വിവാഹത്തിന്റെ മൂല്യമായി നിശ്ചയിച്ചുകൊണ്ട് നിന്നെ വിവാഹം ചെയ്യും. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ നബിതങ്ങൾ വിവാഹം ചെയ്തു. സഹാബാക്കൾ നോക്കിയപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ നബിതങ്ങൾ വിവാഹം ചെയ്തിരിക്കുകയാണ്. ജുവൈരിയ റളിയല്ലാഹു അൻഹുവിന്റെ നാടാകുന്ന ബനീ മുസ്തലിഖ് ഗോത്രക്കാരിൽ നിന്നുള്ള ധാരാളം അടിമകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 100 അടിമകൾ ഒറ്റയടിക്ക് മോചിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലഖദ് ഉതിഖ ബിതസ്ബീതിഹി ഇയ്യാഹ മിൻ അഹ്ലി ബൈതി 100 മിൻ അഹ്ലി ബൈതി ബനീ മുസ്തലിഖ് വമാ അഅലമു ഇംറഅതൻ അഅലമ ബറകതൻ മിൻഹാ അലാ ഖൗമിഹാ മിൻഹാ. ആയിഷ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ജുവൈരിയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ ആ ജുവൈരിയുടെ ഗോത്രക്കാരായ ബനീ മുസ്തലിഖിൽ നിന്നുള്ള 100ഓളം അടിമകളെയാണ് സഹാബിമാർ മോചിപ്പിച്ചത്, സ്വതന്ത്രരാക്കിയത്. എനിക്ക് ഒരു സ്ത്രീയും കൂടുതൽ ബറക്കത്തുള്ളവളായിട്ട് അറിയത്തില്ല അവരുടെ ജനതയ്ക്ക്. ബനീ മുസ്തലിഖ് ഗോത്രത്തിന് ജുവൈരിയിൽ നിന്ന് കിട്ടിയ ബറക്കത്ത് പോലെ ഒരു ഗോത്രത്തിന് ഒരു സ്ത്രീയുടെ വിവാഹത്തിലൂടെ ഇത്രയും വലിയ ബറക്കത്ത് കിട്ടിയത് ജുവൈരിയിലൂടെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിവാഹത്തിലൂടെ ബഹുമാനിത്വത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമകളെ മോചിപ്പിക്കുക. ഇങ്ങനെ ധാരാളം ദീനിയും മാനുഷികവുമായ നന്മകൾ നബിതങ്ങളുടെ ബഹുമാനിത്വത്തിലുണ്ട്. എന്നിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റ 9 ആയപ്പോൾ നിർദ്ദേശം വന്നു, ലാ യഹില്ലു ലൻ-നിസാഉ മിൻ ബഅദു വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാദിൻ വലൗ
شيء رقيبا لا يحل لك النساء من بعد ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് വിവാഹം ഹലാലല്ല. മുസ്ലിമീങ്ങൾക്ക് മരണപ്പെട്ട വിവാഹം ചെയ്യാം. 4 ഭാര്യയിൽ നിന്ന് ഒരു ഭാര്യ തലാഖ് അടുത്തൊരു ഭാര്യ പകരക്കാരിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശത്തോട് പറഞ്ഞു ഇനി നിക്കാഹ് പാടില്ല. നിങ്ങൾക്ക് ഇത്രയും ഭാര്യമാരുള്ളതിന്റെ പേരിൽ ആരെങ്കിലും ഒഴിവാക്കിയിട്ട് ആരെങ്കിലും മരണപ്പെടുമ്പോൾ അതിന് പകരമായി അസ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാനും അനുവാദമില്ല. ഏതെങ്കിലും സ്ത്രീകളുടെ സൗന്ദര്യം നിങ്ങളുടെ ഹൃദയത്തെ കവർന്നെടുത്താലും നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. നിബിധങ്ങളും വികാരവും പൂർത്തിയാക്കാനാണെങ്കിൽ വീണ്ടും വിവാഹം ചെയ്യണം. പിന്നീട് നിബിധങ്ങൾ മൈമൂന റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഒരു സ്ത്രീയെയും വിവാഹം ചെയ്തു. വലങ്കൈ ഉടമപ്പെടുത്തിയ പെണ്ണുങ്ങളെ വെപ്പാട്ടികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അനുവാദം. അല്ലാഹു എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇത്രയും ഭാര്യമാർ നൽകി. എത്ര വലിയ പ്രയോജനവും തത്വമാണ് അതിലൂടെ ഉണ്ടായത്. മുസ്ലിമീങ്ങൾക്ക് ഒരേ സമയത്ത് 4 ഭാര്യമാരെ കൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തി. അതിലും എത്രയോ പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മേൽ ബഹുഭാരിത്വത്തിനെ ചൊല്ലി കുതിര കയറുന്നവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിവാഹത്തിന്റെ പേരിൽ നബി തങ്ങളുടെ ബഹുഭാരിത്വത്തിന്റെ പേരിൽ ഇസ്ലാമിനെയും മുഹമ്മദിനെയും ആക്ഷേപിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കാൻ തയ്യാറാണ്. മുഹമ്മദിന്റെ ചരിത്രം പഠിക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ജീവിതം പഠിക്കാൻ വേണ്ടി തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാരിത്വത്തിൽ ധാരാളം തത്വങ്ങൾ അടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുഭാരിത്വം അനുവദിച്ചിരിക്കുകയാണ്. നബിതങ്ങൾ ഇസ്ലാമുമായി വരുന്നതിന് മുമ്പ് ഓരോരുത്തരുടെ കയ്യിലും 10ഉം 20ഉം 200ഉം 1000ഉം ഭാര്യമാരുണ്ടായി. ഈ ഭാര്യമാരോടുള്ള കടമയൊന്നും പൂർത്തിയാകത്തില്ല. ഇവരൊക്കെ കേവലം ഭോഗവസ്തുവാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കൂല, ചെലവ് കൊടുക്കൂല. അനാഥ കുട്ടികളാണ് എങ്കിൽ അവരുടെ സ്വത്തെന്തെയും അനധികൃതമായി പിടിച്ചെടുത്ത് ഇതൊക്കെ നടക്കും. ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യവസ്ഥാപിതമായ സുന്ദരമായ സുതാര്യമായ ഒരു വൈവാഹിക ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി ഒരേ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഭാര്യമാരാകാം. ഈ 4 ഭാര്യമാരുണ്ട് എങ്കിൽ ഈ 4 ഭാര്യമാരോടും വളരെ നീതിയോടുകൂടി അവരോടുള്ള കടമയും കർത്തവ്യങ്ങളും പാലിക്കണം. സർവശക്തനായ അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.